ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധ 12 അധ്യായഃ. 12ാമത്തെ ഈ അധ്യായത്തിൽ ശങ്കര സമ്മോഹനം, അതായത് അസുരന്മാരെ മയക്കുവാനായി ഭഗവാൻ സ്വീകരിച്ച മായാമോഹിനി രൂപം കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച പരമശിവനെ ഭഗവാൻ അത് കാട്ടിക്കൊടുത്ത് മോഹത്തിലാഴ്ത്തിയതും പിന്നെ സമാധാനിപ്പിച്ചതുമൊക്കെയാണ് ഈ 12ാം അധ്യായത്തിൽ. അപ്പോൾ ശിവനെപ്പോലും മോഹത്തിലാഴ്ത്തിയെങ്കിൽ പിന്നെ അസുരന്മാരെ മോഹിപ്പിച്ചതിൽ അത്ഭുതമില്ല എന്ന് കാണിക്കുകയാണ് ഈ ഒരു അധ്യായം. ശ്രീ ബാദരായണി ഉവാച. ശുഗബ്രഹ്മർഷി ഇപ്രകാരം പറഞ്ഞു. 1-ാമത്തെ ശ്ലോകം. വൃഷധ്വജോ നിശമ്യ ഇദം നിശമ്യേദം യോഷിത് രൂപേണ ദാനവാൻ മോഹയിത്വാ സുരഗണാൻ ഹരിഹി സോമം അപായയത്. 2. വൃഷം ആരുഹ്യ ഗിരിശഃ സർവഭൂതഗണൈർവൃതഃ സഹ ദേവ്യാ യയൗ ദ്രഷ്ടും യത്രാഹതേ മധുസൂദനഃ. ഹരിഹി ഭഗവാൻ ശ്രീഹരി യോഷിത് രൂപേണ സ്ത്രീരൂപം കൊണ്ട് ദാനവാൻ മോഹയിത്വ അസുരന്മാരെ മോഹിപ്പിച്ച് സുരഗണാൻ ദേവന്മാരെ സോമം അപായയത് അമൃതപാനം ചെയ്യിച്ചു എന്ന വൃത്താന്തം നിശമ്യ കേട്ടിട്ട് ഗിരിശഃ കൈലാസവാസിയായ വൃഷധ്വജഃ പരമശിവൻ വൃഷം ആരുഹ്യ കാളപ്പുറത്ത് കയറി ദേവ്യാസഹ ദേവിയോടുകൂടി സർവഭൂതഗണൈഹി എല്ലാ ഭൂതഗണങ്ങളാലും വൃതഃ പരിവൃതനായിട്ട് യത്ര മധുസൂദനഃ ആസ്തേ എവിടെയാണോ ഭഗവാൻ ശ്രീഹരി വസിക്കുന്നത് അവിടേക്ക് ദ്രഷ്ടും യയൗ കാണുവാനായിട്ട് പോയി. ഭഗവാൻ ഇരിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് ദേവിയോടുകൂടെ മഹാദേവൻ യാത്രയായി. 3-ാമത്തെ ശ്ലോകം. സഭാജിതോ ഭഗവതാ സാദരം സ ഉമയാ ഭവഃ സൂപവിഷ്ട ഉവാച ഇദം പ്രതിപൂജ്യ സ്മയൻ ഹരിം. ഭഗവതാ സാദരം സഭാജിതഃ വിഷ്ണു ഭഗവാനാൽ ആദരപൂർവം സ്വാഗത സത്കാരം ചെയ്യപ്പെട്ട ഭവഃ പരമശിവൻ പ്രതിപൂജ്യ പ്രത്യഭിവാദനം ചെയ്ത് സ ഉമയ ഉമയോടുകൂടി സൂപവിഷ്ടഃ സുഖാസീനനായിട്ട് സ്മയൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഹരിം ഇദം ഉവാച വിഷ്ണു ഭഗവാനോടായി ഈ വിധം പറഞ്ഞു. ഇനി 8 ശ്ലോകങ്ങളിലായിട്ട് മഹാദേവൻ ചെയ്യുന്ന മഹാവിഷ്ണു സ്തുതിയാണ്. 4-ാമത്തെ ശ്ലോകം. ദേവദേവ ജഗത് വ്യാപിൻ ജഗദീശ ജഗന്മയ സർവേഷാമപി ഭാവാനാം ത്വമാത്മാ ഹേതുഃ ഈശ്വരഃ. ഹേ ദേവദേവ ജഗത് വ്യാപിൻ വിശ്വത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന അല്ലയോ ജഗദീശ ജഗന്മയ ത്വം അങ്ങ് സർവേഷാം ഭാവാനാം അപി എല്ലാ പ്രാപഞ്ചിക പദാർത്ഥങ്ങളുടെയും ഹേതുഹു മൂലകാരണമായും ഈശ്വരഃ നിയന്താവായും ആത്മാ അന്തര്യാമിയായ ചൈതന്യമായും സ്ഥിതി ചെയ്യുന്നു. 5. ആദ്യന്തൗ അസ്യ യന്മധ്യം ഇദം അന്യദഹം ബഹിഃ യതഃ അവ്യയസ്യ ന ഏതാനി തത്സത്യം ബ്രഹ്മ ചിദ്ഭവാൻ. അസ്യ ആദ്യന്തൗ ഈ വിശ്വത്തിൻ്റെ ആദിയും അന്തവും മധ്യവും യതഃ യാതൊന്നിൽ നിന്നാണോ അവ്യയസ്യ നിർവികാരമായ യതഃ യാതൊന്നിന് ഏതാനി ന യത് ഇതൊന്നും സംഭവിക്കുന്നില്ലയോ ഇതം ഇത് എന്ന് പറയുന്ന അതായത് ദൃശ്യപ്രപഞ്ചമായിട്ടിരിക്കുന്നതും അഹം ഞാനെന്ന് തോന്നലിന് ആസ്പദമായ ദ്രഷ്ടാവായും ബഹിഹി അന്യത് ബാഹ്യമായ ഭോഗവസ്തുക്കളായും ഒക്കെ സ്ഥിതി ചെയ്യുന്നുവോ തത് സത്യം അങ്ങനെയുള്ള
സച്ചിന്മയമായ ചിത്ത്, സച്ചിന്മയമായ സത്യം, ചിത്, ബ്രഹ്മ, ആ ബ്രഹ്മതത്വം അങ്ങ് തന്നെയാണ്. ഇങ്ങനെ പൂർണ്ണമായും വേദാന്ത തത്വങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം 12ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു. 12ാമത്തെ ശ്ലോകം. അവതാരാഹ മയാ ദൃഷ്ട രമമാണസ്യ തേ ഗുണൈഃ സോഹം തത് ദ്രഷ്ടുമിച്ഛാമി യത്തേ യോഷിത് വപുഃ ധൃതം. ഗുണൈഃ, പ്രകൃതി ഗുണങ്ങളോട് ചേർന്ന് രമമാണസ്യ, കളിയാടുവാൻ ഇച്ഛിക്കുന്ന തേ അവതാരാഹ, അങ്ങയുടെ അനേകം അവതാരങ്ങൾ മയാ ദൃഷ്ടാഹ, എന്നാൽ ദർശിക്കപ്പെട്ടിട്ടുണ്ട്. സഹ അഹം, അങ്ങനെയുള്ള ആ ഞാൻ, തേ ധൃതം, അങ്ങയാൽ ധരിക്കപ്പെട്ട യത് യോഷിത് വപുഃ, യാതൊരു സ്ത്രീ ശരീരമുണ്ടോ തത് ദ്രഷ്ടും ഇച്ഛാമി, അതിനെ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. മഹാദേവൻ പറയുകയാണ്, മുൻപ് അങ്ങ് എടുത്ത എല്ലാ അവതാരങ്ങളും എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ടോ എനിക്ക് ശരിയായ രീതിയിൽ ദർശിക്കാൻ സാധിച്ചില്ല. കാരണം ഏതാനും നിമിഷങ്ങൾക്ക് മാത്രം എടുത്ത ഒരു രൂപമായതുകൊണ്ടാവാം എനിക്ക് ദർശിക്കാൻ സാധിച്ചില്ല. പക്ഷേ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു, അതൊന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. 13ാമത്തെ ശ്ലോകം. യേന സമ്മോഹിതാ ദൈത്യാഃ പായിതാഃ ച അമൃതം സുരാഃ തത് ദിദൃക്ഷവ ആയതാഃ പരം കൗതൂഹലം ഹി നഃ. യേന, യാതൊരു സ്ത്രീ ശരീരം കൊണ്ട് ദൈത്യാഃ സമ്മോഹിതാഃ, അസുരന്മാർ മോഹിപ്പിക്കപ്പെട്ടുവോ, സുരാഃ അമൃതം പായിതാഃ ച, ദേവന്മാർ അമൃതിനെ പാനം ചെയ്യപ്പെടുകയും ചെയ്തുവോ, അമൃതിനെ പാനം ചെയ്യിക്കപ്പെടുകയും ചെയ്തുവോ, തത്, അങ്ങനെയുള്ള ആ മോഹിനി രൂപത്തെ ദിദൃക്ഷവഃ, കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആയാതാഹ, ഞങ്ങൾ വന്നതാണ്. ഹി, എന്തുകൊണ്ടെന്നാൽ നഹ, ഞങ്ങൾക്ക് പരം കൗതൂഹലം, വലിയൊരു കൗതുകം ഇതിലുണ്ട്, അതൊന്ന് കാണുവാൻ ആഗ്രഹമുണ്ട്. ശ്രീശുക ഉവാച. 14ാമത്തെ ശ്ലോകം. ഏവം അഭ്യർത്ഥിതോ വിഷ്ണുഃ ഭഗവാൻ ശൂലപാണിന പ്രഹസ്യ ഭാവഗംഭീരം ഗിരിശം പ്രത്യഭാഷത. ശൂലപാണിന, പരമശിവനാൽ ഏവം അഭ്യർത്ഥിതഃ, ഇപ്രകാരം അഭ്യർത്ഥിക്കപ്പെട്ട ഭഗവാൻ വിഷ്ണു, ഭഗവാൻ ശ്രീ മഹാവിഷ്ണു, ഭാവഗംഭീരം, ഗംഭീരമായിട്ട് അർത്ഥഗർഭമായി ഒന്ന് പ്രഹസ്യ, പൊട്ടിച്ചിരിച്ച്, ഗിരിശം പ്രത്യഭാഷത, പരമശിവനോട് ഇപ്രകാരം പറഞ്ഞു. 15ാമത്തെ ശ്ലോകം. കൗതൂഹലായ ദൈത്യാനാം യോഷിത് ഉവേഷോ മയാ കൃതഃ പശ്യതാ സുരകാര്യാണി ഗതേ പീയൂഷഭാജനെ. പീയൂഷഭാജനെ, അമൃതകലശം അസുരന്മാരുടെ പക്കൽ ഗതേ ചെന്നകപ്പെട്ടപ്പോൾ, സുരകാര്യാണി പശ്യത, ദേവന്മാരുടെ കാര്യങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന മയാ, എന്നാൽ, ദൈത്യാനാം കൗതൂഹലായ, അസുരന്മാർക്ക് മനോവ്യാമോഹം ഉണ്ടാക്കുന്നതിനായി ആ സമയത്ത് എനിക്ക് തോന്നി ഒരു വേഷം, യോഷിത് വേഷഃ, ഒരു സ്ത്രീ വേഷം, കൃതഃ, സ്വീകരിക്കപ്പെട്ടതായിരുന്നു. 16. തത്തേ അഹം ദർശയിഷ്യാമി ദിദൃക്ഷോസുരസത്തമ കാമിനാ ബഹുമന്തവ്യം സങ്കൽപ്പ പ്രഭവോദയം. ഹേ സുരസത്തമ, അല്ലയോ ദേവന്മാരിൽ ശ്രേഷ്ഠനായ മഹാദേവ, തത് ദിദൃക്ഷോഹോ, ആ രൂപത്തെ കാണുവാൻ ആഗ്രഹിക്കുന്ന തേ, അങ്ങേക്ക് അഹം ദർശയിഷ്യാമി, ഞാൻ ആ രൂപത്തെ പ്രദർശിപ്പിച്ചു തരാം. പക്ഷേ സങ്കൽപ്പ പ്രഭവോദയം, കാമവികാരത്തെ ഉദ്ദീപ്തമാക്കുന്ന ഈ ഒരു രൂപം, കാമിനാം ബഹുമന്തവ്യം, കാമികൾ മാത്രമേ ഈ രൂപത്തെ ആദരിക്കുകയുള്ളൂ. അതായത് ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ രൂപം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് പറയുകയാണ്. ശ്രീശുക ഉവാച. 17ാമത്തെ ശ്ലോകം. ഇതി ബ്രുവാണോ ഭഗവാൻ തത്രയേവ അന്തരധീയത സർവതഃ ചാരയൻ ചക്ഷുഃ ഭവ ആസ്തേ സഹ ഉമയ. ഭഗവാൻ ഇതി ബ്രുവാണഃ, ഭഗവാൻ മഹാവിഷ്ണു ഇങ്ങനെ അരുളി ചെയ്ത്
തത്രയേവ അന്തരധീയത, പെട്ടെന്നവിടെ അന്തർധാനം ചെയ്തു, അപ്രത്യക്ഷമായി. ഭവഃ ശിവൻ ഉമയാ സഹ, ഉമാദേവിയോടുകൂടി സർവതഃ ചക്ഷുഹു, എല്ലാ വശത്തേക്കും ദൃഷ്ടിയെ ചാരയൻ ഓടിച്ചുകൊണ്ട്, എവിടെ നിന്നാണ് ഈ മോഹിനി രൂപം വരിക എന്ന് ഇങ്ങനെ കൗതുകത്തോടെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് ആസ്തേ ഇരിപ്പായി. 18-ാമത്തെ ശ്ലോകം. തതഃ ദദർശ ഉപവനേ വരസ്ത്രിയം വിചിത്ര പുഷ്പാരുണ പല്ലവദ്രുമേ വിക്രീഡതീം കന്തുകലീലയാ ലസത് ദുകൂല പര്യസ്ത നിദംബ മേഖലാം. തതഃ അനന്തരം വിചിത്ര പുഷ്പാരുണ പല്ലവദ്രുമേ, പല നിറത്തിലുള്ള പൂക്കളും തളിരുകളും ഒക്കെ നിറഞ്ഞ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ആ ഉപവനെ, ഉദ്യാനത്തിൽ, കന്തുകലീലയാ, പന്താട്ടം കൊണ്ട്, വിക്രീഡതീം, കളിയാടുന്നവളും, ലസദുകൂല പര്യസ്തം, തിളങ്ങുന്ന പട്ടാട കൊണ്ട് ചുറ്റിയെടുത്ത, നിതംബ മേഖലാം, ആ അരക്കെട്ടിൻ്റെ ഭാഗം, അവിടെ അരഞ്ഞാണത്തോടു കൂടിയവളുമായ വരസ്ത്രീയം, ഒരു മോഹനാംഗിയെ ദദർശ, കണ്ടു. പിന്നീട് അവരെല്ലാവരും കാണുന്നത് തൊട്ടടുത്ത് ഒരു ഉദ്യാനം, ആ ഉദ്യാനത്തിൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതിസുന്ദരിയായ സ്ത്രീയെ ആണ്. 19-ാമത്തെ ശ്ലോകം. ആവർത്തന ഉദുവർത്തന കമ്പിത സ്തന പ്രകൃഷ്ടഹാര ഉരുഭരൈ പദേ പദേ പ്രഭജ്യമാനാം ഇവ മധ്യതഃ ചലത് പദപ്രവാളം നയതീം തതസ്തതഃ. ആവർത്തന ഉദുവർത്തനം, പന്ത് കളിക്കുമ്പോൾ ഇടക്കൊന്ന് കുമ്പിട്ട് നിൽക്കും, പിന്നെ നിവർന്നു നിൽക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ തുളുമ്പിച്ചാടുന്ന സ്തന ഭാരം കൊണ്ട്, അമർന്ന ഭാരത്താൽ പതേ പതേ മധ്യതഃ, ഓരോ അടിവെപ്പിലും ആ നടു ഒടിഞ്ഞു പോകുമോ, കാരണം അത്രയും ഒതുങ്ങിയ അരക്കെട്ടാണ്. അങ്ങനെ അതുകൊണ്ട് ഒടിഞ്ഞു പോകുന്ന പോലെ, പ്രഭജ്യമാനാം ഇവ ചലത് പദപ്രവാളം, അതുപോലെ ചലിക്കുന്ന പാദങ്ങൾ അങ്ങുമിങ്ങും, നയതീം തതസ്തതഃ നയതീം, എല്ലാവരെയും ആകർഷിക്കുന്നു. ഇങ്ങനെ ആ മോഹിനിയുടെ സൗന്ദര്യ വർണ്ണനയാണ്. ആ വർണ്ണനകൾ 2 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിട്ട് ഇനി 22-ാമത്തെ ശ്ലോകം. താം വീക്ഷ്യ ദേവ ഇതി കന്തുകലീലയ ഈഷത് വ്രീഡാ സ്ഫുടസ്മിത വിസൃഷ്ട കടാക്ഷമുഷ്ടഃ സ്ത്രീ പ്രേക്ഷണ പ്രതി സമീക്ഷണ വിഹ്വലാത്മാ ന ആത്മാനം അന്തികേ ഉമാം സ്വഗണാശ്ച വേദ. താം വീക്ഷ്യ, ആ മായാമോഹിനിയെ കണ്ടിട്ട്, ദേവഃ മഹാദേവൻ, ഇതി ഈ വിധത്തിലുള്ള ലീലയ ഈഷത്, ആ പന്ത് കളി കൊണ്ട് കുറഞ്ഞൊന്നുണ്ടായ, തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ടുണ്ടായ, വ്രീഡ ലജ്ജയാൽ സ്ഫുടസ്മിതം സ്പഷ്ടീഭവിക്കാത്ത പുഞ്ചിരിയോടെ, വിസൃഷ്ട കടാക്ഷമുഷ്ടഃ വിട്ടയച്ച കടക്കണ്ണേറിനാൽ വഞ്ചിതനായി, സ്ത്രീ പ്രേക്ഷണ പ്രതി സമീക്ഷണ വിഹ്വലാത്മാ, മുൻപ് കാമദേവനെ ചുട്ടെരിയിച്ചവനാണെന്ന ആ ബോധമൊക്കെ പെട്ടെന്നങ്ങ് മറഞ്ഞു. ഒരു സ്ത്രീയുടെ വീക്ഷണത്താലും തൻ്റെ പ്രതിവീക്ഷണത്താലും വിക്ഷുബ്ധമായ അന്ധക്കരണത്തോടുകൂടിയവനായും ഭവിച്ച്, ആത്മാനം തന്നെയും, അന്തികെ തൻ്റെ അരികത്തിരിക്കുന്ന ഉമാം ഉമയെയും, സ്വഗണാംശ തൻ്റെ പാർഷദഗണങ്ങളെയും, നവേദ അറിഞ്ഞില്ല, കുറച്ചു നേരത്തേക്ക് പരിസരം മറന്നുപോയി. 23-ാമത്തെ ശ്ലോകം. തസ്യാഹ കരാഗ്രാത് സതു കന്തുകോ യദാ ഗതോ വിദൂരം തം അനുവ്രജത് സ്ത്രിയാഹ വാസ സസൂത്രം ലഘുമാരുതഃ അഹരത് ഭവസ്യ ദേവസ്യ കില അനുപശ്യതഃ. യഥാ എപ്പോഴാണോ, തസ്യാഹ കരാഗ്രാത് ആ മോഹിനിയുടെ കൈത്തുമ്പത്ത് നിന്ന്, സഹ കന്തുകഹതു ആ പന്താകട്ടെ, വിദൂരം ഗതഃ കുറച്ചകലേക്ക് തെറിച്ചുപോയത്, അപ്പോൾ തം അനുവ്രജത് സ്ത്രീയാഹ പിന്തുടർന്ന് ഓടിയിരുന്ന ആ സ്ത്രീയുടെ, ഇപ്പോഴും അത് മോഹിനിയാണോ എന്ന് മഹാദേവന് ഉറപ്പു വന്നിട്ടില്ല, അതുകൊണ്ടാണ് സ്ത്രീയുടെ എന്ന് പറഞ്ഞത്. ലഘുവാസഹ നേരിയ ഉടുവസ്ത്രത്തെ, ദേവസ്യ ഭവസ്യ അനുപശ്യതഃ ഭഗവാനായ രുദ്രൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കെ തന്നെ,
മാരുതഃ കാറ്റ് സ സൂത്രം അരഞ്ഞാണത്തോടുകൂടെ അഹരത് കില തട്ടിയെടുത്ത് പറത്തിക്കൊണ്ടുപോയത്രേ. 24-ാമത്തെ ശ്ലോകം. ഏവം താം രുചിര അപാംഗീം രുചിരാപാംഗീം ദർശനീയാം മനോരമാം ദൃഷ്ട്വാ തസ്യാം മനശ്ചക്രേ വിഷജ്ജന്ത്യാം ഭവഃ കില. ഏവം ഇപ്രകാരം രുചിര അപാംഗി മധുരമായ കടാക്ഷ വിക്ഷേപത്തോടുകൂടിയവളും ദർശനീയാം സുന്ദരാംഗിയും മനോരമാം മനസ്സിനെ രമിപ്പിക്കുന്നവളുമായ താം ദൃഷ്ട്വ അവളെ കണ്ടിട്ട് ഭവഃ മഹാദേവൻ വിഷജ്ജന്ത്യാം ഭാവചേഷ്ടകളാൽ തന്നോട് ഇണക്കം കാണിക്കുന്ന തസ്യാം അവളിൽ മനഃ ചക്രേ അവളിൽ മനസ്സുടക്കി പോലും. 25-ാമത്തെ ശ്ലോകം. തയാപഹൃത വിജ്ഞാനഃ തത് കൃത സ്മര വിഹ്വലഃ ഭവാന്യാ അപി പശ്യന്ത്യാ ഗതഹ്രീ തത് പദം യയൗ. തയാ അപഹൃത വിജ്ഞാനഃ അവളാൽ അപഹരിക്കപ്പെട്ട വിവേകത്തോടും തത് കൃത സ്മര വിഹ്വലഃ അവളാൽ ഉണ്ടാക്കപ്പെട്ട കാമപാരവശ്യത്തോടും കൂടിയവനായി ഭവിച്ച ഭഗവാൻ ഭവാന്യാഹ പശ്യന്ത്യാഹ അപി തൻ്റെ പത്നിയായ സതീദേവി കണ്ടുകൊണ്ടിരിക്കലും. ഇവിടെ ഇടക്ക് വ്യാസഭഗവാൻ തന്നെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ചിലയിടത്ത് ഉമ എന്ന് പറയുന്നുണ്ട്. ഉമ പാർവതി ദേവിയാണ്, ഭവാനി സതീദേവിയാണ്. അപ്പൊ ഇത് ശരിക്കും ആരാണ് എന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സതീദേവി ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും സതീദേവി നോക്കിക്കൊണ്ടിരിക്കെ തത് പദം യയൗ ഈ മോഹിനി നിൽക്കുന്നിടത്തേക്ക് പോയി അത്ര ആ കാമത്തിന് അടിമപ്പെട്ടു എന്ന് പറയുകയാണ്. 26-ാമത്തെ ശ്ലോകം. സാ തം ആയാന്തം ആലോക്യ വിവസ്ത്രാ വ്രീഡിതാഭൃശം നിലീയമാനാ വൃക്ഷേഷു ഹസന്തീന അന്വതിഷ്ഠത. വിവസ്ത്ര വസ്ത്രമില്ലാതെ നിൽക്കുന്ന സാ ആ മോഹിനി ആയാന്തം തം ആലോക്യ തൻ്റെ അടുത്തേക്ക് വന്നണയുന്ന മഹാദേവനെ കണ്ടിട്ട് ഭൃശം വ്രീഡിത ലജ്ജിതയായിട്ട് വൃക്ഷേഷു നിലീയമാന മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്ന് ഹസന്തി ചിരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ന അന്വതിഷ്ഠത അതേസമയം അവിടെ തന്നെ അങ്ങനെ നിൽക്കാനും ഉദ്ദേശമില്ലാത്തതുപോലെ ഇനിയും ഞാൻ ഓടും എന്ന രീതിയിലാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത്. താം അന്വഗച്ഛത് ഭഗവാൻ ഭവ പ്രമുഷിതേന്ദ്രിയഃ കാമസ്യ ച വശം നീത കരേണും ഇവ യൂഥപഃ. ഭഗവാൻ ഭവഃ ജ്ഞാനവൈരാഗ്യാദി ഗുണങ്ങൾ തികഞ്ഞവനാണെങ്കിലും ആ മഹാദേവന് പ്രമുഷിത ഇന്ദ്രിയഃ തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. കാമസ്യ വശം നീതഃ ച കാമവികാരത്തിൻ്റെ വശത്തിലേക്ക് നയിക്കപ്പെട്ടവനായും ഭവിച്ച് യൂഥപഃ കരേണും ഇവ ആനത്തലവൻ പിടിയാനയെ ഇവ എന്ന പോലെ താം അന്വഗച്ഛത് അവളെ പിന്തുടർന്നു. 28-ാമത്തെ ശ്ലോകം. സഹ അനുവ്രജ്യ അതിവേഗേന ഗൃഹീത്വ അനിച്ഛതീം സ്ത്രിയം കേശബന്ധ ഉപാനീയ ബാഹുഭ്യാം പരിഷസ്വജേ. സഹ ആ പരമശിവൻ അതിവേഗേന അനുവ്രജ്യ വളരെ പെട്ടെന്ന് മോഹിനിയുടെ പിന്നാലെ വന്നണഞ്ഞ് മോഹിനി ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ അനിച്ഛതീം സ്ത്രീയം ആ നാരീമണിയെ കേശബന്ധേ ഗൃഹീത്വ മുടിക്കെട്ടിൽ കടന്നു പിടിച്ച് ഉപാനീയ തൻ്റെ അരികിലേക്ക് അണച്ചു പിടിച്ച് ബാഹുഭ്യാം പരിഷസ്വജേ ഇരു കരങ്ങൾ കൊണ്ടും വാരിപ്പുണർന്നു. 29 സ ഉപഗൂഢാ ഭഗവതാ കരിണാ കരിണീ യഥാ ഇതസ്തത പ്രസർപ്പന്തി വിപ്രകീർണ ശിരോരുഹ. കരിണ കൊമ്പനാനയാൽ കരിണി പിടിയാന എന്നതുപോലെ യഥാ ഭഗവതാ ഉപഗൂഢ ശ്രീശങ്കരനാൽ ഗാഠാലിംഗനം ചെയ്യപ്പെട്ട സ അവൾ വിപ്രകീർണ ശിരോരുഹ അഴിഞ്ഞു ചിതറിയ തലമുടിയോടുകൂടി ഇതസ്തതഃ പ്രസർപ്പന്തി തലങ്ങും വിലങ്ങും കുതറിപ്പാഞ്ഞുകൊണ്ടിരുന്നു.
30 ആത്മാനം മോചയിത്വാ അംഗ സുരർഷഭ ഭുജാന്തരാത് പ്രാദ്രവത് സാ പൃഥുശ്രോണി മായാദേവ വിനിർമ്മിത. ഹേ അംഗ, സുരർഷഭ ഭുജാന്തരാത് ദേവശ്രേഷ്ഠനായ ശങ്കരന്റെ കൈക്കുള്ളിൽ നിന്ന് ആത്മാനം മോചയിത്വ തന്നെ വിടുവിച്ച് പൃഥുശ്രോണി സാ സുന്ദരിയായിട്ടുള്ള അവൾ പ്രാദ്രവത് ഓടിപ്പോയി. ദേവവിനിർമ്മിതമായ വിഷ്ണു ഭഗവാനാൽ രചിക്കപ്പെട്ട മായാമോഹിനിയായിരുന്നുവല്ലോ അവൾ. 31 തസ്യാസൗ പദവീം രുദ്രോ വിഷ്ണോഹോ അദ്ഭുതകർമ്മണഃ പ്രത്യപദ്യത കാമേന വൈരിണ ഇവ വിനിർജിതഃ. വൈരിണ ശത്രുവായ കാമേന കാമദേവനാൽ വിനിർജിതഃ ഇവ തികച്ചും തോൽപ്പിക്കപ്പെട്ടവനെന്ന പോലെയായ അസൗ രുദ്രഃ ഈ ശ്രീരുദ്രൻ അദ്ഭുതകർമ്മണഃ തസ്യ ആശ്ചര്യകരമായ ലീലാപ്രവർത്തനത്തോടുകൂടിയ വിഷ്ണോഹോ പദവീം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മാർഗത്തെ പ്രത്യപദ്യത തേടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ മോഹിനി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഭഗവാനും പുറകെ ഓടുന്നു. 32 തസ്യ അനുധാവതോ രേതഃ ചസ്കന്ദ അമോഘരേതസഃ ശുഷ്മിണോ യൂഥപസ്യ ഇവ വാസിതാം അനുധാവതഃ. വാസിതാം പിടിയാനയെ അനുധാവതഃ പിന്തുടർന്നോടുന്ന ശുഷ്മിണഃ മദച്ചൂടിളകിയ യൂഥപസ്യ ഇവ കൊമ്പന്റെ എന്ന പോലെ ആ മോഹിനിയുടെ പുറകെ ഓട്ടം തുടങ്ങിയ അമോഘരേതസഃ തൻ്റെ രേതസ് ഒരിക്കലും വിഫലമാക്കാത്തയാളാണ് മഹാദേവൻ. എന്നാൽ ആ മഹാദേവന്റെ രേതസ് ചസ്കന്ദ സ്ഖലിച്ചുപോയി. 33 യത്ര യത്ര അപതത് മഹ്യാം രേതഃ തസ്യ മഹാത്മനഃ താനി രൂപ്യസ്യ ഹേംനഃ ച ക്ഷേത്രാണി ആസൻ മഹീപതേ. മഹീപതേ മഹാത്മനഃ തസ്യ രേതഃ മഹാനുഭാവനായ ആ പരമശിവന്റെ രേതസ് മഹ്യാം യത്രയത്ര അപതത് ഭൂമിയിൽ എവിടെ എവിടെയെല്ലാം പതിച്ചിരുന്നുവോ താനി ആ ഇടങ്ങളൊക്കെയാണ് രൂപ്യസ്യ വെള്ളിയുടെയും ഹേംനഃ ച സ്വർണത്തിന്റെയും ക്ഷേത്രാണി വിളനിലങ്ങളായി ആസൻ ഭവിച്ചത്. 34 സരിത് സരസ്സു ശൈലേഷു വനേഷു ഉപവനേഷു ച യത്ര ക്വ ച ആസൻ ഋഷയഃ തത്ര സന്നിഹിതോ ഹരഃ. സരിത്ത് സരസ്സു നദികളിലും തടാകങ്ങളിലും ശൈലേഷു വനേഷു പർവ്വതങ്ങളിലും കാടുകളിലും ഉപവനേഷു ഉദ്യാനങ്ങളിലും യത്ര ക്വ ച എവിടെയൊക്കെ ഋഷയഃ ആസൻ മുനിമാർ വസിച്ചിരുന്നുവോ തത്ര ച അവിടെയെല്ലാം ഹരഃ ശിവൻ സന്നിഹിതഃ മോഹിനിയെ തിരക്കി എത്തിച്ചേർന്നു. 35 സ്കന്നേ രേതസി സഹ അപശ്യത് ആത്മാനം ദേവമായയാ ജഡീകൃതം നൃപശ്രേഷ്ഠ സന്യവർത്തത കശ്മലാത്. ഹേ രാജാവേ, രേതസി സ്കന്നേ രേതസ് സ്ഖലിച്ചു കഴിഞ്ഞപ്പോൾ സഹ ആ രുദ്രൻ ദേവമായയ വിഷ്ണുമായയാൽ ആത്മാനം ജഡീകൃതം താൻ സ്വയം ചൈതന്യമില്ലാത്തവനായെന്ന് അപശ്യത് കണ്ടു കഴിഞ്ഞു. അങ്ങനെ കശ്മലാത് സന്യവർത്തത ചപലവൃത്തിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. 36 അഥ അവഗത മാഹാത്മ്യ ആത്മനോ ജഗദാത്മനഃ അപരിജ്ഞേയ വീര്യസ്യ നമേനേ തത് ഊഹ അദ്ഭുതം. അഥ അനന്തരം അപരിജ്ഞേയ വീര്യസ്യ അറിയാനാവാത്ത ശക്തിയോടുകൂടിയവനും ജഗദാത്മനഃ ആത്മനഃ വിശ്വസ്വരൂപനും വിശ്വാത്മാവുമായ ഭഗവാൻ ശ്രീഹരിയുടെ അവഗത മഹാത്മ്യഃ മഹാത്മ്യത്തെപ്പറ്റി ബോധവാനായി തീർന്ന രുദ്രൻ തത് ഊഹ അതൊന്നു തന്നെ തന്നെയും മയക്കി എന്നത് അദ്ഭുതം നമേനെ അദ്ഭുതമായി കരുതിയില്ല. കാരണം ഭഗവാന്റെ മായയുടെ ശക്തി അത്രയും ഉണ്ടെന്ന് മഹാദേവൻ അറിയാമായിരുന്നു. 37 തം അവിക്ലബം
അവ്രീഡം ആലക്ഷ്യ മധുസൂദനഃ ഉവാച പരമപ്രീതോ ബിഭ്രത് സ്വാം പൗരുഷീം തനും. എന്നാൽ താൻ ചെയ്തു പോയതിൽ വിഷണ്ണനാവാതെയും അവ്രീഡം ലജ്ജിതനാവാതെയും ഇരിക്കുന്ന തം മഹാദേവനെ ആലക്ഷ്യ കണ്ടിട്ട് പരമപ്രീതഃ മധുസൂദനഃ സന്തുഷ്ടവാനായ ഭഗവാൻ മഹാവിഷ്ണു പൗരുഷീം സ്വാം തനും പുരുഷലക്ഷണമുള്ള തന്റെ ശരീരത്തെ ബിഭ്രത് ധരിച്ചുകൊണ്ട് ഇപ്രകാരം ഉവാച അരുളി ചെയ്തു. ശ്രീ ഭഗവാൻ ഉവാച 38. ദിഷ്ട്യാ ത്വം വിബുധശ്രേഷ്ഠ സ്വാം നിഷ്ഠാം ആത്മനാ സ്ഥിതഃ യന്മേ സ്ത്രീരൂപയാ സ്വൈരം മോഹിതഃ അപി അംഗാ മായയാ. ഹേ അംഗ, അല്ലയോ പ്രിയങ്കരനായ വിബുധശ്രേഷ്ഠ മഹാദേവ, മേ സ്ത്രീരൂപയ എന്റെ സ്ത്രീരൂപം പൂണ്ട മായയാൽ സ്വൈരം മോഹിതഃ അങ്ങ് മോഹിതനായെങ്കിലും ത്വം ആത്മന തന്നെത്താൻ തന്നെ സ്വാം നിഷ്ഠാം സ്ഥിതഃ സ്വന്തം പ്രകൃതിയിലേക്ക് മടങ്ങി നിലയുറച്ചല്ലോ. അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. പലരും ഈ മായയിൽ അങ്ങ് വീണു പോവാറാണ് പതിവ്. പിന്നീട് തിരിച്ചു വരാനാവാത്ത വിധം വീണു പോകാറുണ്ട്. പക്ഷെ അങ്ങേക്ക് അതിൽ നിന്ന് പിന്തിരിയാനും തൻ്റെ സ്വന്തം പ്രകൃതിയിൽ നിലയുറയ്ക്കാനും സാധിച്ചുവല്ലോ. യത് എന്നത് ദിഷ്ട്യ സന്തോഷകരം തന്നെ. 39 ശ്ലോകം. കോനുമേ അതിതരേത് മായാം വിഷക്തഃ ത്വത് ഹൃദേ പുമാൻ താൻ താൻ വിസൃജതീം ഭാവാൻ ദുസ്തരാം അകൃതാത്മഭിഃ. താൻ താൻ ഭാവാൻ നാനാതരത്തിലുള്ള ഭാവങ്ങളെ വിസൃജതീം ആവിഷ്കരിക്കുന്നതും അകൃതാത്മഭിഃ ആത്മനിയന്ത്രണം സാധിക്കാത്തവരാൽ ദുസ്തരാം മറികടക്കാൻ അസാധ്യമായതുമായ മേ മായാം എന്റെ മായയെ ത്വത് ഹൃദേ അങ്ങേക്കല്ലാതെ കഹനുപുമാൻ വേറെ ഏതൊരു പുരുഷൻ വിഷക്തഃ ആദ്യം ആസക്തനായിട്ട് പിന്നെ അതിതരേത് സ്വയം വിട്ടുമാറുവാൻ ശക്തനാകും. 40. സാ ഇയം ഗുണമയീ മായ ന ത്വാം അഭിഭവിഷ്യതി മയാ സമേതാ കാലേന കാലരൂപേണ ഭാഗശഃ. കാലേന ഗുണക്ഷോഭത്താൽ സൃഷ്ടി മുതലായവയ്ക്ക് നിമിത്തമായുള്ള ശക്തിയായി കാലരൂപേണ മയ കാലസ്വരൂപനായിരിക്കുന്ന എന്നോടുകൂടി ഭാഗശഃ രാജസാദി ഗുണങ്ങളുടെ അംശം കൊണ്ട് സമേത ചേർന്നു നിൽക്കുന്ന ഗുണമയീ ഇയം മായ ഗുണാത്മികയായ ഈ മായയാകട്ടെ ത്വാം ന അഭിഭവിഷ്യതി അങ്ങയെ പരാജയപ്പെടുത്തുന്നതല്ല. ശ്രീശുക ഉവാച 41 ശ്ലോകം. ഏവം ഭഗവതാ രാജൻ ശ്രീവത്സാംഗേന സത്കൃതഃ ആമന്ത്ര്യതം പരിക്രമ്യ സഗണസ്വാലയം യയൗ. ഹേ രാജൻ, ഏവം ഭഗവതാ ശ്രീവത്സാംഗേന ഇങ്ങനെ ഭഗവാനായ മഹാവിഷ്ണുവിനാൽ സത്കൃതഃ ആദരിക്കപ്പെട്ട ശ്രീരുദ്രൻ തം പരിക്രമ്യ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് ആമന്ത്ര്യ വിടവാങ്ങി സഗണഃ ഭൂതഗണങ്ങളോടുകൂടെ സ്വാലയം യയൗ സ്വസ്ഥാനമായ കൈലാസത്തിലേക്ക് യാത്രയായി. 42. ആത്മാംശഭൂതാം താം മായാം ഭവാനീം ഭഗവാൻ ഭവഃ ശംസതാം ഋഷിമുഖ്യാനാം പ്രീത്യ ആചഷ്ട അധ ഭാരത. ഹേ ഭാരത, അധ അതിനുശേഷം ഭഗവാൻ ഭവഃ ആ പരമശിവൻ ശംസതാം തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഋഷിമുഖ്യാനാം മഹാമുനിമാരുടെ മുൻപാകെ ആത്മാംശഭൂതാം ഭഗവാന്റെ വൈഷ്ണവാംശത്താലുണ്ടായ താം മായാം ആ മായാമോഹിനിയെ ഉദ്ദേശിച്ച് ഭവാനിയും സതീദേവിയോട് പ്രീത്യ ആചഷ്ട സന്തോഷത്തോടെ ഇപ്രകാരം ചൊല്ലി ധരിപ്പിച്ചു. 43. അപി വ്യപശ്യഃ ത്വം അജസ്യ മായാം പരസ്യ പുംസഃ പരദേവതായാഃ അഹം കലാനാം ഋഷഭോ വിമുഖ്യേ യയാ അവശഃ അന്യേ കിമുത അസ്വതന്ത്രാഃ. പരസ്യ പുംസഃ പരമപുരുഷനും പരദേവതായാഃ പരമേശ്വരനുമായിരിക്കുന്ന അജസ്യ
ഭഗവാൻ ശ്രീഹരിയുടെ മായയെ അപിത്വം വ്യപശ്യഹ. ദേവി, അങ്ങ് നല്ലതുപോലെ കണ്ടില്ലേ? യയാ, യാതൊരു മായയാൽ, കലാനാം, സകല കലാവിദ്യകളുടെയും ഋഷഭഃ, അധിപതിയായി സ്വതന്ത്രനായിരിക്കുന്ന അഹം, ഈ ഞാൻ പോലും അവശഃ, അവശനായിട്ട്, വിമുഖ്യേ, മോഹിച്ചുപോയി. അപ്പോൾ പിന്നെ അസ്വതന്ത്രാഹ, പരതന്ത്രന്മാരായ അന്യേ കിമുത, മറ്റുള്ളവർ മോഹിച്ചു പോയാൽ അവരെ കുറ്റം പറയാനൊക്കുമോ? ഈ ലോകത്ത് അടക്കാൻ പ്രയാസമുള്ള ഒരു വികാരമാണ് കാമവികാരം എന്ന് പറയുകയാണ് ഇവിടെ. 44. യത് മാം അപൃച്ഛഃ ത്വം ഉപേത്യ യോഗാത് സമാസഹസ്രാന്ത ഉപാരതം വൈ സയേഷ സാക്ഷാത് പുരുഷഃ പുരാണോ നയത്ര കാലോ വിശതേ നവേദഃ. പണ്ട് സമാസഹസ്രാന്തേ, 1000 ആണ്ട് സമാധിയിൽ ഇരുന്നിട്ട് പിന്നീട് യോഗാത്, ആ സമാധിയിൽ നിന്ന് ഉപാരതം, വിരമിച്ച, മാം ഉപേത്യ, എൻ്റെ അടുത്ത് വന്നിട്ട് നീ ചോദിച്ചില്ലേ, ഏതൊരു വസ്തുവിലാണോ അങ്ങ് സമാധിയായത്, അതായത് ഏതൊന്നിനെ ഏകാഗ്രമാക്കിയാണോ അങ്ങ് സമാധിയായതെന്ന് ത്വം അപൃച്ഛഃ, നീ ചോദിക്കുകയുണ്ടായില്ലേ. സഹ, ആ ആൾ, സാക്ഷാത് പുരാണഃ, വാസ്തവത്തിൽ പുരാണനും പുരുഷഃ, അന്തര്യാമിയുമായ ഏഷഃ, ഈ ശ്രീഹരിയാണ്. യത്ര, യാതൊരാളിൽ, കാലഃ ന വിശതേ, കാലശക്തി പ്രവേശിക്കുന്നില്ല, വേദഃ ന, ഒരറിവും അവിടെ എത്തിച്ചേരുന്നില്ല. ശ്രീ ശുക ഉവാച. 45. ഇതി തേ അഭിഹിതഃ താത വിക്രമ ശാർംഗധന്വനഃ സിന്ധോഃ നിർമ്മഥനേ യേന ധൃതഃ പൃഷ്ഠേ മഹാചലഃ. ഹേ പരീക്ഷിത്തേ, സിന്ധോഹ നിർമ്മഥനെ, പാലാഴി മഥനം നടക്കുമ്പോൾ, യേന, യാതൊരുവനാൽ, മഹാചലഃ പൃഷ്ഠേ ധൃതഃ, ആ മന്ദര മഹാപർവ്വതം തന്റെ മുതുകിൽ താങ്ങി നിർത്തപ്പെട്ടിരുന്നുവോ, ആ ഭഗവാൻ ചാക്ഷുഷ മന്വന്തരത്തിൽ അജിതൻ എന്ന പേരിൽ അവതരിച്ച ശാർംഗധന്വനഃ, ശാർംഗപാണിയായ വിഷ്ണു ഭഗവാന്റെ വിക്രമഃ, ലീലാവൈഭവം തേ ഇതി അഭിഹിതഃ, അങ്ങേക്ക് ഈ വിധത്തിൽ ചൊല്ലിത്തരപ്പെട്ടു. 46. ഏതത് മുഹുഹു കീർത്തയതഃ അനുശൃണ്വതോ നരിഷ്യത്തെ ജാതു സമുദ്യമഃ ക്വചിത് യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം സമസ്ത സംസാര പരിശ്രമാപഹം. ഏതത്, ഇതിനെ, അടിക്കടി, മുഹുഹു കീർത്തയതഃ, ഈ പാലാഴി മഥനം കഥയെ അടിക്കടി കീർത്തിക്കുന്നവന്റെയും, അനുശൃണ്വതഃ, കീർത്തിക്കുന്നത് കേട്ടിരിക്കുന്നവന്റെയും, സമുദ്യമഃ, ഒരു കാര്യം ആരംഭം കുറിച്ചാൽ, ജാതു ക്വചിത് നരിഷ്യതേ, ഒരിക്കലും ഒരു പ്രകാരത്തിലും അത് പാഴാവുകയില്ല. യത്, എന്തെന്നാൽ, ഉത്തമ ശ്ലോക ഗുണാനുവർണ്ണനം, കീർത്തിമാനായ ഭഗവാന്റെ ഗുണങ്ങളെ നിരന്തരം പുകഴ്ത്തുന്നത് സമസ്ത സംസാര പരിശ്രമാപഹം, പ്രാപഞ്ചികമായ എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതെയാക്കുന്നു. 47. ശ്ലോകം. അസദ വിഷയം അഘ്രിം ഭാവഗമ്യം പ്രപന്നാൻ അമൃതം അമരവര്യാൻ ആശയത് സിന്ധുമധ്യം കപടയുവതിവേഷോ മോഹയൻ യഃ സുരാരീം തമഹമുപസൃതാനാം കാമപൂരം നതോസ്മി. യഹ, യാതൊരു ഭഗവാനാണോ, സിന്ധുമധ്യം അമൃതം, പാലാഴി കടഞ്ഞെടുത്ത ആ അമൃതത്തെ, കപടയുവതിവേഷഃ, മായാമോഹിനിയുടെ വേഷം ധരിച്ച്, സുരാരി, ദേവശത്രുക്കളെ മോഹിപ്പിച്ചുകൊണ്ട്, അസത വിഷയം, ഭക്തിശൂന്യരായ അസത്തുക്കൾക്ക് വിഷയമാകാത്തതും, ഭാവഗമ്യം, ഭക്തിയാൽ വിഷയീഭവിക്കുന്നതുമായ, അഘ്രിം, തൃപ്പാദത്തെ, പ്രപന്നാൻ, ശരണം പ്രാപിച്ച, അമരവര്യാൻ ആശയത്ത്, ദേവോത്തമന്മാരെ കുടിപ്പിച്ചുവോ, ഉപസൃതാനാം, ഇങ്ങനെ തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ കാമപൂരം, ആഗ്രഹത്തെ നിറവേറ്റിക്കൊടുക്കുമെന്ന് കാണിച്ചു കൊടുത്ത തം, ആ ഭക്തവത്സലനെ, അഹം നതഃ അസ്മി, ഞാൻ നമസ്കരിക്കുന്നു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ
ശങ്കരസമ്മോഹനം നാമ ദ്വാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.